മാസപ്പടി കേസിൽ ശരണസ് കർത്തയും ജയ കർത്തയും ചോദ്യം ചെയ്യലിന് ഹാജരായി. CMRL മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്ത, ഡയറക്ടർ ജയ കർത്ത എന്നിവരെ കൊച്ചി ED ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. കിരൺകുമാർ ചേരുകയാണ് വിശദാംശങ്ങളുമായി. കിരൺ, ശശിധരൻ കർത്തയുടെ മകനും ഭാര്യയുമാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാകും ഇവരിൽ നിന്ന് ചോദിച്ചറിയുക? CMRL MD ശശിധരൻ കർത്തയുടെ മകനെയും ഭാര്യയുമാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ED വിളിപ്പിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇരുവരും കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഈ നിപുണ ഇൻ്റർനാഷണൽ, അതായത് CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള നിപുണ ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറും ഒപ്പം തന്നെ ശശിധരൻ കർത്തയുടെ മകളുമായിട്ടുള്ള ഷിബിയസ് കർത്തയെ അടക്കമുള്ള ആളുകളെ ഇന്നലെ ED ചോദ്യം ചെയ്തതാണ്. ഇവരുടെ ഏതാനും രേഖകളടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാനും ED നിർദ്ദേശിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഇന്നലെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, ഇതിന് ഹാജരായ സമയത്ത് ഈ രേഖകളും EDക്ക് കൈമാറിയിരുന്നതാണ്. ഈ രേഖകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്, ഒപ്പം തന്നെ ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഏതായാലും ജയസ് കർത്ത അടക്കമുള്ള ആളുകളെ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും എക്സാലോജിക്ക്, അതായത് വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CMRL നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ തന്നെയാണ് പ്രധാനമായിട്ടും ED ചോദിച്ചറിയുന്നത്. അത് ഏതൊക്കെ തരത്തിലാണ് ഈ പണം നൽകിയിട്ടുള്ളത്, അതായത് എക്സാലോജിക്കിന് ഏത് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പണം നൽകിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും 2,78,00,000 രൂപ ഇത്തരത്തിൽ CMRL എക്സാലോജിക്കിന് നൽകിയതായിട്ടാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള ചില രേഖകളടക്കമുള്ള കാര്യങ്ങൾ ED കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. കൂടാതെ തന്നെ 242ഓളം ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ബാങ്ക് അക്കൗണ്ടിലുള്ള പണങ്ങളും സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഏതായാലും ED ചോദിച്ചറിയുന്നുണ്ട്. ഏതായാലും വിശദമായിട്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇവിടെ നടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീണ വിജയനെ അടക്കം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും വീണ വിജയൻ ഹാജരായിരുന്നില്ല. വെള്ളിയാഴ്ച ഹാജരാകാനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ അവർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവധി അപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് നാളെ ഏതായാലും വീണ വിജയനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ED ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ ഷിബിയെ ചോദ്യം ചെയ്തു, ഇന്ന് ജയസ് കർത്ത അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്തു. നാളെ ഏതായാലും വീണ വിജയനെ കൂടി ED ചോദ്യം ചെയ്യുകയാണ്.